ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്നലെ ഞാൻ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു, അതായത് ഇന്നലെ നമ്മൾ പ്രമോ വിശേഷം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു 2 ദിവസം. അതായിരുന്നു കേട്ടോ. അപ്പൊ മോന് ചെറിയ രീതിയിലുള്ള വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തോ ഫുഡിൽ നിന്ന് എങ്ങാണ്ട് എന്തോ ചെറുതായിട്ട് എന്തെങ്കിലും മതിയല്ലോ, അപ്പൊ അതായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നത്. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും സച്ചിയും പൂവൊക്കെ ഫുള്ള് കെട്ടിട്ടോ, 500 പൂവും കെട്ടി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പെട്ടി ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് അതിൽ വേണം ഇനി പൂ കയറ്റി അയക്കാനായിട്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരും കൂടെ സച്ചിക്ക് രേവതിക്കും 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സീനായിരുന്നു ലാസ്റ്റ്. ഇവര് പൂ കയറ്റി അയക്കാൻ തുടങ്ങിയപ്പോ ആന്റണിയുടെ കൂട്ടുകാർ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആ വണ്ടി ഉണ്ടല്ലോ, പൂ കൊണ്ടുപോകുന്ന വണ്ടി, എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോവുക, അതുപോലെ തന്നെ ഇവരുടെ പൂക്കച്ചവടം മുടക്കുക. ആ രാഷ്ട്രീയക്കാരനിൽ ഇവരിൽ വിരോധം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വെറുതെ വിടില്ല രാഷ്ട്രീയക്കാരൻ. നമ്മുടെ സച്ചിക്ക് രേവതിക്ക് നല്ലത് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് മുൻനിർത്തിയാണ് ആന്റണിയുടെ കൂട്ടുകാരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇവര് പൂ കയറ്റി അയക്കുകയാണ്. അപ്പൊ ഈ വണ്ടിക്കാരനുണ്ടല്ലോ, കുറച്ച് റോങ് ആണ് കേട്ടോ. അപ്പൊ ഈ പുള്ളിക്കാരൻ എപ്പോഴും ഫോണിൽ ഇങ്ങനെ സംസാരമാണ്. പുള്ളിക്കാരന്റെ ഏതോ ഒരു ലവറിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം അശ്രദ്ധയായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഫോൺ വിളിച്ചോണ്ടൊക്കെ പോകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. സച്ചി അങ്ങനെ ചെയ്യാറുമില്ല. അപ്പൊ അതുകൊണ്ട് സച്ചിക്ക് ദേഷ്യം വരിക. സച്ചി പറഞ്ഞു, നീ എന്താണോ ഈ കാണിക്കുന്നത്? ഇത് കറക്റ്റ് സമയത്ത് എത്തിക്കോ? നിന്റെ ഈ ഫോൺ വിളിയൊക്കെ കണ്ടിട്ട് നീ ഈ ഫോണും വിളിച്ചോണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം, അതൊന്നും സാറ് നോക്കണ്ട, ഞാൻ കറക്റ്റ് ആയിട്ട് വണ്ടി എത്തിച്ചിരിക്കും. സാറിനല്ല കേട്ടോ, സോറി, സച്ചി എന്നാണ് അയാൾ പറയുന്നത്. കറക്റ്റ് ആയിട്ട് വണ്ടി എത്തിച്ചിരിക്കും, വണ്ടിയിലിരിക്കുന്ന പൂവും എത്തിയിരിക്കും, കല്യാണവും നടക്കും, പേടിക്കുകയേ വേണ്ട. ഈ ഫോണൊക്കെ വിളിക്കുന്നതേ അതെന്റെ ഒരു രീതിയാണേ. ഞാൻ ഈ ഫോൺ വിളിക്കുന്നത് കൊണ്ട് വേറെ ഒരു ഉപദ്രവവും ഇല്ല. അതെ ഡാർലിങ്, ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ ഡാർലിങ് എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യാണ്. അപ്പോഴേക്ക് രേവതിക്കും അത്രയ്ക്ക് പന്തിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം രേവതിക്കും എന്തോ ഒരു അസ്വസ്ഥത ഇങ്ങനെ തോന്നുക. ഇനിയിപ്പം ഇയാള് വണ്ടി ഓടിച്ചോണ്ട് പോയി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വല്ല അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി, അത് അയാൾക്കും പ്രശ്നമാണ്. അത് മാത്രമല്ല, പൂ അവിടെ എത്തുകയുമില്ല. ഈ സമയം ഇയാൾ വണ്ടി എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ സച്ചി എന്ത് ചെയ്തു, രേവതി ഒരു ഫോട്ടോ എടുത്തേ, ഞാനേ ഈ പൂമാലയൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ നീ എടുക്ക്, അതും ഈ ലോറിയുടെ അല്ല സോറി ഓട്ടോറിക്ഷയുടെ അടുത്ത് നിന്ന് തന്നെ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, പിന്നെ കഷ്ടപ്പെട്ട് ഇത് കോർത്തത് ഞാനും എന്റെ കൂട്ടുകാരും, എന്നിട്ട് നിങ്ങൾ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാനോ? അത് എവിടത്തെ ന്യായമാ? അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ, ഈ സമൂഹ വിവാഹത്തിന് നമ്മളാണ് പൂമാല കോർത്തു കൊടുത്തതെന്ന്. അതുകൊണ്ട് വേഗമാട്ടെ ഒരു ഫോട്ടോ എടുത്തേ എന്ന് പറഞ്ഞ് പൂമാലയൊക്കെ കൈ പിടിച്ച വണ്ടിയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നമ്മുടെ രേവതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. രേവതി എന്നിട്ട് എടുത്തു കൊടുത്തു. വണ്ടിയുടെ വഴിക്ക് പോയി. ആശ്വാസമായി. നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ചന്ദ്ര മാറി നിന്നിട്ട്, എന്റെ ഈശ്വര, ആ വണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറി തൊലഞ്ഞാ മതിയായിരുന്നു. ഈ പൈസ എല്ലാം കൂടി അവളുടെ കൈ കിട്ടൂലോ. അവള് പിന്നെ ആരാ എന്റെ ഈശ്വര, ദൈവമേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടങ്ങി പോണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളെ ശ്രുതിക്കുവാണെങ്കിൽ അങ്ങ് പിടിക്കുന്നില്ല. ശ്രുതിക്കുവാണെങ്കിലും സമാധാനം ഇല്ല കേട്ടോ. ഇപ്പം 5 ലക്ഷം രൂപയൊക്കെ കയ്യിൽ കിട്ടുമല്ലേ രേവതിയുടെ. കഴിക്കുവോ? നമ്മുടെ രേവതിയുടെ കൈ കിട്ടിയിട്ടുണ്ടേ കഴിക്കും. ആർക്ക് കഴിക്കും? ചന്ദ്രയ്ക്കും ശ്രുതിക്കും കഴിക്കും. അങ്ങനെ അവരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയോ, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നമ്മേ, അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇത്രയും പൂവിന് ഇത്രയും ലക്ഷം രൂപ കിട്ടിയാൽ അവർക്ക് ഡെയിലി ഇങ്ങനെ പൂ കെട്ടാൻ കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യും? അയ്യോ, ഇത്ര പെട്ടെന്ന് ഒരു കോടീശ്വരന്മാരാകും. അയ്യോ, എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവുക എന്ന് പറയുമ്പോ, പിന്നെ എന്നും ഇപ്പൊ പൂ കിട്ടാൻ പോവല്ലേ. അതെ, നിങ്ങൾ രണ്ടും പേടിക്കാതിരിക്കുക. എന്റെ പൊന്നു ആന്റി, എന്റെ പൊന്നു ശ്രുതി, ഇതെന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഈ കല്യാണ സീസൺ ഒക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലാത്തപ്പോ ഒരു ദിവസം 100-600 രൂപ ലാഭം കിട്ടും. അത് ഇതിന് മാത്രം പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇവരെ സമാധാനിപ്പിക്കുന്നുണ്ട്.
ഏതായാലും ഈ സമയത്ത് മറ്റേ രണ്ട് വില്ലന്മാര് ഈ പെട്ടി ഓട്ടോറിക്ഷയുടെ പുറകെ പോവുകയാണ് കേട്ടോ. ഇയാളാണെങ്കിലോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, അയാളാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ്. വീണ്ടും ഹലോ ഡാർലിംഗ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് വിളിക്കുകയാണ്. അങ്ങനെ ഇയാള് ആ പെണ്ണിനോട് ഭയങ്കര കൊഞ്ചു കുഴഞ്ഞ സംസാരം. അപ്പോഴത്തേക്കാണെങ്കിൽ ഇയാള് ഹലോ ഡാർലിംഗ്, എനിക്ക് നന്നായിട്ടേ ദാഹിക്കുന്നുണ്ടേ, ഞാനൊന്ന് പോയി വെള്ളം കുടിച്ചിട്ട് വരാം ഡാർലിംഗ്. അപ്പോഴത്തേക്കും മറ്റേ അപ്പുറത്ത് അങ്ങോട്ട് പറയുന്നുണ്ട് ഫോൺ വെക്കരുതെന്ന് പറഞ്ഞിട്ട്, ഡാർലിംഗ് ഞാൻ ഫോൺ വെക്കില്ല ഡാർലിംഗ്, ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങട്ടെ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി. ഫോണ് കയ്യിലും വെച്ചു. ശ്രദ്ധയില്ല പുള്ളിക്കാരന്. അവിടെ പെട്ടി ഓട്ടോറിക്ഷ കിടപ്പുണ്ടെന്ന് പോലും ഓർത്തില്ല. അവിടെ നിന്ന് ഫോണും വിളിച്ചോണ്ട് ചായ കുടിച്ചു. ഈ സമയത്ത് കീ ഊരിയില്ലായിരുന്നു. കീ വണ്ടിക്കകത്ത് തന്നെയാണല്ലോ ഉള്ളത്. ഇവന്മാർ എന്ത് ചെയ്തു, പുറകെ വന്ന് നമ്മുടെ ആന്റണിയുടെ കൂട്ടര് ഈ പെട്ടി ഓട്ടോറിക്ഷ എടുത്തോണ്ട് വിട്ടടിച്ചങ്ങ് പോയി. ഇയാൾക്ക് പിന്നെ പിടിച്ചാൽ കിട്ടുവോ? ഇയാൾ ഈ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയും ചെയ്തു. ഇയാള് ഫോൺ കട്ട് ചെയ്തിട്ട്, അയ്യോ ദേ എന്റെ വണ്ടി പോയല്ലോ എന്റെ ഈശ്വര, ഇതാരാ എന്റെ വണ്ടി കൊണ്ടുപോയതെന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുകയാണ്. എന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. സച്ചിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും പുറകെ പോട്ടെ, ആ വിവാഹം എങ്ങനെയൊക്കെ ആയി എന്നറിയണമല്ലോ, പിന്നെ അയാള് അവിടെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കാണുമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ സമൂഹ വിവാഹത്തിന്റെ ആ ഒരു ഇതാണ് കാണിക്കുന്ന സീനാണ്. അപ്പൊ കുറെ പേരുടെ വിവാഹം ഒരുമിച്ച് നടത്തുകയാണല്ലോ. അപ്പൊ അങ്ങനെ ബാക്കി എല്ലാ ചെക്കന്മാരൊക്കെ സെറ്റായി, പെണ്ണുങ്ങളൊക്കെ സെറ്റായി. ഈ സമയത്ത് അനൂപ് എന്ന് പറയുന്ന അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടി ഓട്ടോറിക്ഷയിൽ പൂവൊന്നും കാണുന്നില്ല. അപ്പം ആ രാഷ്ട്രീയക്കാരൻ ചോദിച്ചു, അല്ല അനൂപ് ഇതുവരെ എന്ത് ഈ പൂ എത്താത്തത്? അത് പിന്നെ പൂ ഇതുവരെ എത്തിയില്ലേ സാർ? ഇല്ലില്ല, ഇവിടെ ഇതുവരെ പൂ എത്തിയിട്ടില്ല. ദേ പൂമാല ഉണ്ടല്ലോ, 500 എണ്ണമാ അഡ്വാൻസ് കൊടുത്തതാ. പൂമാല ഇല്ലെങ്കിൽ കല്യാണം കുളമാവേ, അറിയാലോ. എന്റെ ആകെ ഒരേ ഒരു പ്രതീക്ഷ ഈ പ്രാവശ്യത്തെ ഇലക്ഷനില് ഈ ഒരു സമൂഹ വിവാഹ, അത് കുളമായി പോയി കഴിഞ്ഞാൽ അറിയാലോ അനൂപെ, എല്ലാത്തിനെയും ഞാൻ ചവിട്ടി കൊല്ലുന്നു. ഈ സമയത്ത് അനൂപ് ഫോൺ വിളിക്കാണ് നമ്മുടെ രേവതിനെ അല്ല, സോറി സച്ചിനെ. പിന്നെ സച്ചി ഫോൺ എടുത്ത, അനൂപെ അങ്ങോട്ട് എത്തിയായിരുന്നോ? ഞാൻ പൂ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എടാ സച്ചി, ഇതുവരെ പൂ ഇവിടെ വന്നിട്ടില്ല. അയ്യോ പൂ എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ. ഞാനിപ്പോ പൂ കയറ്റി വിട്ടിട്ട് 1 മണിക്കൂറോളമായി. രാവിലെ തന്നെ ഞാൻ പൂ കയറ്റി വിട്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഫോട്ടോ അയച്ചു തരാടാ, നീ ഫോൺ കട്ട് ചെയ്തേ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് അവര് ഫോട്ടോയും കണ്ട് വീണ്ടും അനൂപ് തിരിച്ചു വിളിക്കുക. എടാ ഏതായാലും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, കാര്യം ഇച്ചിരി സീരിയസ് ആണ് കേട്ടോ, ഇങ്ങനെ പൂ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വലിയ വിഷയമാകുന്നു. ആ സമയത്ത് തന്നെ അയാൾ അനൂപിന്റെ കൊങ്ങ കയറി പിടിക്കുകയും, മര്യാദയ്ക്ക് പൂ ഇവിടെ എത്തണം, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും, ദേ മാലയില്ലാതെ വന്നാൽ കല്യാണം നടക്കില്ല, കല്യാണം മുടങ്ങും, ദേ ഞാൻ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനൂപ് എന്ന് പറയുന്ന ആ സച്ചിയുടെ കൂട്ടുകാരനെ പേടിപ്പിക്കാൻ തുടങ്ങി. അനൂപ് വീണ്ടും സച്ചിനെ വിളിച്ചു. സച്ചി എന്ത് ചെയ്തു, ആ ഓട്ടോക്കാരനെ വിളിക്കുകയാണ്. ഓട്ടോക്കാരനെ വിളിച്ചിട്ട്, എടാ എവിടെയാടാ നീ, ഇതുവരെ എന്താടാ നീ പൂവും കൊണ്ട് അവിടെ എത്താത്തത്? അവിടെ എല്ലാവരും കാത്തിരിക്കുക, മുഹൂർത്തം ആകാറായി, എത്രയും പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ സച്ചി, അത് ഞാനിപ്പോ എന്താ പറയാ, ആരോ എന്റെ വണ്ടി കൊണ്ടുപോയടാ. എടാ അതിനകത്തുള്ള പൂവെല്ലാം കൊണ്ടുപോയടാ, ആരോ വണ്ടി തട്ടിക്കൊണ്ടുപോയി. വണ്ടി തട്ടിക്കൊണ്ടുപോയെന്നോ? ആര് തട്ടിക്കൊണ്ടുപോയി? നീ നീ ഇവിടുന്ന് പോയപ്പോ തന്നെ എനിക്കറിയായിരുന്നു നിന്റെ ഒരു ഒടുക്കത്തെ ഫോൺ വിളി. അത് പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഒന്ന് ഇറങ്ങിയതാ. അപ്പൊ താക്കോലോ അത് ഞാൻ വണ്ടിക്കകത്ത് വെച്ചായിരുന്നു, എടുക്കാൻ മറന്നുപോയി. നീ മറന്നുപോ, നീ ഫോൺ വിളിക്കാൻ മറക്കത്തില്ലല്ലോടാ. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കിക്കോ. എവിടെയാന്ന് വെച്ചാൽ വണ്ടി കണ്ടുപിടിച്ചോണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇയാളും വല്ലാത്ത പരിഭ്രമത്തിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇയാൾ പറഞ്ഞായിരുന്നു എവിടെയാ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ രേവതിയോട് കാര്യം പറഞ്ഞു സച്ചി, ഇങ്ങനെയൊക്കെയാ സംഭവം. രേവതി പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്? 500 പൂവെല്ലാം കൂടെ കെട്ടിയിട്ട് ഇതിപ്പം എന്താ സച്ചേട്ടാ ഇത്? ഞാൻ അപ്പോഴേ അയാളുടെ കാര്യം നിന്നോട് പറഞ്ഞില്ല, അപ്പൊ നീ എന്നാ പറഞ്ഞത്? ഓ, ലവറിനെ സ്നേഹിക്കുന്നത്, ഭാര്യനെ സ്നേഹിക്കുന്നത്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ പൊന്നു രേവതി, നിനക്കിപ്പോ മനസ്സിലായില്ലേ ഇതുപോലെ പഞ്ചാര അടിച്ച് നടക്കുന്നവന്മാരുടെ ഒക്കെ ഗുണം. മര്യാദയ്ക്ക് അവനെ ഞാനിന്ന് പൊക്കും, ഞാനിന്ന് അവനിട്ട് കൊടുക്കും എന്നൊക്കെ വായി തോന്നുന്നു എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് സച്ചി പോകാൻ. ഇപ്പൊ രേവതി പറഞ്ഞു, നിക്ക് സച്ചേട്ടാ, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വല്ലാത്ത പേടി തോന്നുക. സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വേണ്ട, നീ വന്നിട്ട് എന്തിനാ? അല്ല, തപ്പി കണ്ടുപിടിക്കാലോ നമുക്ക്. അത് ശരിയാ, നീ വരാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയായിട്ട് പോവാ. അങ്ങനെ അയാളെ ചെന്ന് കണ്ടു. അയാളാണെങ്കിൽ കിടന്ന് ഭയങ്കര കരച്ചില്. അയാളുടെ വണ്ടിയും കൂടെ ആണല്ലോ പോയത്. ഇതിൽ സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ തന്നെ ആ രാഷ്ട്രീയക്കാരൻ സച്ചിനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക. നീയൊക്കെ എന്ത് പരിപാടിയാടാ കാണിച്ചത്? നീ മനഃപൂർവ്വം ചെയ്തതല്ലേടാ നീ. എനിക്ക് മനസ്സിലായടാ, നീ എതിർ പാർട്ടിക്കാരൻ നിന്നെ മിക്കവാറും പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ എന്റെ ഈ വിവാഹം മുടക്കാൻ വേണ്ടി. നീ നോക്കിക്കോടാ, നീ ഒന്നും വിചാരിച്ചാല് എന്നെ ഇലക്ഷന് തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രതിപക്ഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്താക്കിയോ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ അയാള്.
അയാൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ ഞങ്ങള് പൂ കെട്ടിയതാ, 500 പൂവും കെട്ടി, അതിന്റെ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം. ഒരു കോപ്പും വേണ്ടടാ, എനിക്ക് മനസ്സിലായടാ നീ ഞങ്ങളുടെ പാർട്ടീനെ തകർക്കാൻ വേണ്ടിയല്ലേ, എനിക്കറിയാടാ നിന്നെ ആരാ പറഞ്ഞു വിട്ടതെന്ന്, എല്ലാത്തിനെയും ഞാൻ കൊല്ലൂടാ, ഞാൻ അങ്ങോട്ട് വരാൻ പോവാടാ, നിന്നെ ഞാൻ അറക്കൂടാന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഇത് പാർട്ടിക്കിടയിൽ വലിയ വിഷയം ഉണ്ടാവുമല്ലോ. കാരണം നമ്മുടെ സച്ചി സത്യം പറഞ്ഞാല് അയാൾ ഓർക്കുന്നത് എതിർ പാർട്ടിക്കാർ സച്ചിനെ പറഞ്ഞു വിട്ടതാണെന്നും അതുകൊണ്ട് മനഃപൂർവ്വം സച്ചി ഈ ഒരു എന്താ പറയാ ഈ ഒരു പൂ എത്തിക്കാത്തതാണെന്നൊക്കെ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സച്ചിക്ക് അത് വലിയ ദോഷമാകുമെന്ന് അറിയാം. അതുകൊണ്ട് സച്ചി എന്ത് ചെയ്തു, നമ്മുടെ മഹേഷിനെ വിളിച്ചു. എല്ലാ കൂട്ടുകാരന്മാർക്കും ഈ ഒരു ഫോട്ടോ ഇല്ല, ആ ഓട്ടോയുടെ പുറകിൽ നിന്നെടുത്ത് ആ ഒരു ഫോട്ടോയിൽ അയച്ചു കൊടുക്കുക. അപ്പൊ ആ ഓട്ടോയുടെ നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തം അങ്ങോട്ട് ഇവർക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഈ ഓട്ടോക്കാർക്കും അതുപോലെ തന്നെ ഈ ടാക്സിക്കാർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഇത് ഫുൾ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹേഷിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ എല്ലാ ഗ്രൂപ്പിലും ഇത് എത്തിക്കണം, എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ അത് വലിയ വിഷയമാകും എന്നിങ്ങനെ പറയാം. പൈസയുടെ അല്ല, ഒന്നാമത്തെ കാര്യം 500 പൂവുണ്ട്, സ്വർണം തട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോവാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൂവൊക്കെ എന്നത്തിന് ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത്? ചിലപ്പം അയാളുടെ എതിർ പാർട്ടി തന്നെ ആയിരിക്കും തട്ടിക്കൊണ്ട് പോയത്. എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുള്ളൂന്ന് ഇങ്ങനെ സച്ചി പറഞ്ഞു. മഹേഷും ഫോൺ വെച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒരു ഫോട്ടോയും മിസ്സിംഗ് ആണ്, എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കണം എന്നുള്ള ആ ഒരു മെസ്സേജ് ഒക്കെ ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് ഒരു കോള് വരിക. അത് വേറെ ആരും അല്ല വിളിക്കുന്നത്, ഏതോ ഒരാള് എവിടെന്നോ വിളിക്കുകയാണ്. എന്നിട്ട് ഇന്ന സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് പറയുകയും ആ സ്പോട്ടിൽ തന്നെ മഹേഷും സച്ചി രേവതിയും ഇവർ കൂട്ടുകാരൻ വരെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് ആ വണ്ടി പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ വണ്ടി പിടിച്ചെടുക്കുകയും ആ ഒരു സമയത്ത് തന്നെ വണ്ടിയിൽ ഇരുന്ന് അവരെ ഇറങ്ങി ഓടി കേട്ടോ. ഓടിയോണ്ട് തന്നെ ഇവർക്ക് ആരാന്നൊന്നും തിരിച്ചറിയാനുള്ള പറ്റിയില്ല. ആ ഒരു സമയത്ത് പുറകെ ഓടാനും പറ്റത്തില്ല, കാരണം ഈ മുഹൂർത്തം ആകാറായി. ഇതെല്ലാം കൂടെ അവിടെ കൊണ്ട് എത്തിക്കണമല്ലോ, ഇല്ലെങ്കിൽ സച്ചിയുടെ കാര്യം കട്ട പുകയാണ്. അങ്ങനെ ഒരു തരത്തില് ആ ഒരു പൂക്കളെല്ലാം കൂടെ കൊണ്ടെത്തിക്കുകയാണ്. സച്ചി ചെന്ന് ഇറങ്ങിയതും അയാൾ ഓടി വന്ന് സച്ചിനെ തല്ലാൻ വന്ന ഉടനെ തന്നെ രേവതി അങ്ങോട്ട് മുമ്പിൽ കയറി നിന്നിട്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ ഭർത്താവിനെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം ഭാര്യയും ഭർത്താവും കൂടെ എന്റെ പാർട്ടീനെ കലക്കാൻ ഇറങ്ങിയേക്കും അല്ലേന്ന് അയാള് പറഞ്ഞു. നിങ്ങളെ പാർട്ടീനെ കലക്കാനൊന്നുമല്ല, നിങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി അങ്ങ് തുറന്ന് കാണിച്ചപ്പോഴത്തേക്കും പൂക്കളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്, പൂമാലയെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ അയാൾക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. ഏതായാലും ഇത് കണ്ടതോടെ അയാൾക്ക് ആശ്വാസമാവാണ് കേട്ടോ. അയാള് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ രേവതിക്ക് പൈസ മുഴുവൻ കൊടുക്കുകയാണ്. അതുകൂടാതെ സച്ചിക്ക് എക്സ്ട്രാ പൈസയും കൊടുക്കുന്നുണ്ട്. ഇതിനിടെ അനൂപ് മുങ്ങി കേട്ടോ. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതുപോലെ ധൈര്യം കാണിച്ചല്ലോ നിങ്ങള്, കാരണം അനൂപ് ഈ സമയത്ത് മുങ്ങി, നിന്റെ കൂട്ടുകാരൻ മുങ്ങി, പക്ഷെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സച്ചി നീ ആ ഒരു ഈ ഒരു ധർമ്മം ഏറ്റെടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം, എന്നും ഈ കടപ്പാട് എനിക്ക് ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞ് ഒരു 5000 രൂപ എക്സ്ട്രാ നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇത് ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് നാളെ വരാൻ പോകുന്നത്, മിസ് ചെയ്ത് കളയരുത്. നമ്മൾ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഈ കഥ എന്നും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയുന്നുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതേ രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഒക്കെ ഇട്ടോളൂ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കഥയൊക്കെ വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ടോളൂ. പിന്നെ കുറച്ച് ടൈമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കഥകളും നമുക്ക് ഇടാൻ പറ്റാത്തത്. എങ്കിലും നമ്മളൊരു 4 കഥ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ റിയൽ സ്റ്റോറിയിൽ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഗോമതിയുടെയും ബാലന്റെയും കഥ റിയൽ സ്റ്റോറി എന്ന ചാനലിൽ ഇടുന്നുണ്ട്. ഗൗതമിന്റെയും നന്ദയുടെയും കഥ റിയൽ സ്റ്റോറി ന്യൂ എന്ന ചാനലിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും ആദർശിന്റെയും കഥ ഇതിലിടുന്നുണ്ട്. പിന്നെ ഒരു അപ്കമിങ് വിശേഷം ഉണ്ട് കേട്ടോ. നമ്മൾ എന്നും റിയൽ സ്റ്റോറിയിൽ അപ്കമിങ് വിശേഷം ഒരു 12:45 കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റിയൽ സ്റ്റോറിയിലാണ് ഇടുന്നത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഗോമതിയുടെയും ബാലന്റെയും ഗൗതമിന്റെയും നന്ദയുടെയും ഒക്കെ പ്രമോ വിശേഷവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാത് ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോണേ.